ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു CMA ക്രൈസ്. നമ്മൾ വീണ്ടും കാണുമെന്ന് പറഞ്ഞു, കണ്ടു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോമറ്റിക് ടെസ്റ്റിംഗ് സെന്ററിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും എക്സാമിനേഷൻ ടിപ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എങ്ങനെ ബോത്ത് പാർട്ട് എക്സാമിനേഷനും ഒരു വിൻഡോയിൽ തന്നെ എഴുതി ക്ലിയർ ചെയ്യാം എന്നുള്ളതും കൂടെയാണ്. ഒരു എക്സാം വിൻഡോയിൽ തന്നെ ബോത്ത് പാർട്ട് എക്സാമിനേഷൻ എഴുതുന്നതിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇവൻ ആരടാ? നോ, അങ്ങനെ പറയാൻ പറ്റട്ടെ. ഞാൻ നിങ്ങൾക്ക് പ്രൂഫ് കാണിച്ചു തരാം. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് എൻ്റെ പാർട്ട് 2 എക്സാമിനേഷൻ സ്കോറും ഇത് എൻ്റെ പാർട്ട് 1 എക്സാമിനേഷൻ സ്കോറുമാണ്. പാർട്ട് 2 എക്സാമിനേഷൻ ഞാൻ സെപ്റ്റംബർ 2 പാർട്ട് 1 എക്സാമിനേഷൻ ഒക്ടോബർ 13 ഞാൻ അറ്റൻഡ് ചെയ്തത്. എന്നെ പോലൊരു മണ്ണനെ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും ഇത് പറ്റിക്കൂടാ? ഇനി നമുക്ക് എക്സാമിനെ പറ്റി നോക്കാം. പാർട്ട് 1 എക്സാം ആയിക്കോട്ടെ, പാർട്ട് 2 എക്സാം ആയിക്കോട്ടെ, 500 മാർക്സിനാണ് നമുക്ക് എക്സാമിനേഷൻ വരുന്നത്. അതിൽ ഫസ്റ്റ് 3 hours MCQന് വേണ്ടിയും ലാസ്റ്റ് 1 hour SAക്ക് വേണ്ടിയുമാണ് ഉള്ളത്. കേരളത്തിൽ മെയിൻലി 2 പ്രോമറ്റിക് ടെസ്റ്റിംഗ് സെൻ്ററാണ് ഉള്ളത്. അതിലൊന്ന് ട്രിവാൻഡ്രത്തും ഒന്ന് കാലിക്കറ്റും ആണുള്ളത്. ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത് ട്രിവാൻഡ്രം പ്രോമറ്റിക് ടെസ്റ്റിംഗ് സെൻ്ററിൽ നിന്നാണ്. ലൊക്കേഷൻ 7th floor KEK ടവേഴ്സ്, CV രാമൻപിള്ള റോഡ്, ഓപ്പോസിറ്റ് ട്രിവാൻഡ്രം ക്ലബ്, വഴുതക്കാട്. എക്സാമിനേഷന് 1 or 2 days മുമ്പ് നിങ്ങൾക്ക് പ്രോമറ്റിക് ടെസ്റ്റിംഗ് സെൻ്ററിൽ നിന്ന് ഒരു വെരിഫിക്കേഷൻ കോൾ വരുന്നതായിരിക്കും. 3 സ്ലോട്ടുകളിലായിട്ടാണ് ഒരു ദിവസം എക്സാം നടക്കുന്നത്. 1 മോർണിംഗ്, 2 ആഫ്റ്റർനൂൺ, 3 ഈവനിങ്. ആഫ്റ്റർനൂൺ സ്ലോട്ടിൻ്റെ ടൈം വരുന്നത് 12:30 ആണെങ്കിലും നിങ്ങൾ 1 മണിക്കൂർ മുമ്പെങ്കിലും റിപ്പോർട്ട് ചെയ്യണം എന്ന് വെരിഫിക്കേഷൻ കോൾ ചെയ്യുന്ന സമയത്ത് പ്രോമറ്റിക് ടെസ്റ്റിംഗ് സെൻ്ററിലെ സ്റ്റാഫ് നിങ്ങളോട് പറയും. നിങ്ങൾക്ക് എക്സാം സ്ലോട്ടായി കിട്ടിയിരിക്കുന്ന ടൈമിനെക്കാട്ടിലും 1 or 2 hours മുമ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രോമറ്റിക് ടെസ്റ്റിംഗ് സെൻ്ററിൽ എത്തിച്ചേരാവുന്നതാണ്. നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സ്ലോട്ടിൻ്റെ തൊട്ട് മുമ്പിലത്തെ സ്ലോട്ട് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് എക്സാം ഫിനിഷ് ചെയ്ത് ഇറങ്ങുന്ന മുറയ്ക്ക് കമ്പ്യൂട്ടറിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങളെ എക്സാം ഹാളിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. എക്സാം ടൈമിനെക്കാട്ടിയും 2-3 hours മുമ്പേ നിങ്ങളെ അഡ്മിറ്റ് ചെയ്യുമെങ്കിലും 2-3 minute ലേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളെ ഒരു കാരണവശാലും അഡ്മിറ്റ് ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് ഒരു ചൂട് ചായ കുടിച്ച് തിരിച്ചു വരാവുന്നതാണ്. ഞാൻ ബുക്ക് ചെയ്ത സ്ലോട്ട് ആഫ്റ്റർനൂൺ സ്ലോട്ടായ 12:30 ആയിരുന്നു. മോർണിംഗ് 9 AM പ്രോമറ്റിക് ടെസ്റ്റ് സെൻ്ററിൽ എത്തി 9:30 എൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ് എല്ലാം കഴിഞ്ഞു. 10 മണിക്ക് എന്നെ എക്സാം ഹാളിൽ കയറ്റി 10:30 ഞാൻ എക്സാം എഴുതാൻ തുടങ്ങി. 2:45 PM ഞാൻ എക്സാം കംപ്ലീറ്റ് ചെയ്തു. പ്രോമറ്റിക് ടെസ്റ്റിംഗ് സെൻ്ററിൻ്റെ 7th floor എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന പോലത്തെ ഒരു ഏരിയ ആയിരിക്കും കാണാൻ സാധിക്കുക. ഇതാണ് സ്റ്റുഡൻസിനെ വെയിറ്റ് ചെയ്യാനുള്ള ഏരിയ. ഈ ഒരു ഏരിയയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ വരുന്ന സ്റ്റുഡൻറ്റിന് മാത്രമേ പ്രവേശനമുള്ളൂ. നിങ്ങളുടെ കൂടെ വരുന്ന പേരൻസിനോ ഫ്രണ്ട്സിനോ ഈ ഒരു ഏരിയയിൽ വെയിറ്റ് ചെയ്യാൻ അനുവാദമില്ല. ഈ ഒരു ഏരിയയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് പ്രോമറ്റിക് ടെസ്റ്റിംഗ് സെൻ്ററിലെ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന സ്റ്റാഫ് നിങ്ങളോട് വന്ന് പേരും മറ്റ് ഡീറ്റെയിൽസും ചോദിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ID പ്രൂഫ് വെരിഫിക്കേഷൻ വേണ്ടി കൊണ്ടുപോവുകയും ചെയ്യും. ID പ്രൂഫായി നിങ്ങൾ കൊണ്ടുപോകുന്ന ഡോക്യുമെൻ്റ് ഏതാണെങ്കിലും അതിൻ്റെ പേര് തന്നെയാണോ IMAയിൽ പ്രൊഫൈലിൽ നിങ്ങളുടെ പേരെന്ന് വെരിഫൈ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ കൊണ്ടുപോകുന്ന ID പ്രൂഫും നിങ്ങളുടെ IMA പ്രൊഫൈലിലുള്ള പേരും 2 ആണെങ്കിൽ നിങ്ങൾ ആ ID പ്രൂഫ് അലോഡ് ചെയ്യുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനും പറ്റുന്നതായിരിക്കില്ല. മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും പാസ്പോർട്ടാണ് ID പ്രൂഫായി CMA UC എക്സാമിന് പ്രിഫർ ചെയ്യാറുള്ളത്. എൻ്റെ കേസിലും ഞാൻ പാസ്പോർട്ടാണ് ID പ്രൂഫായി കൊണ്ടുപോയത്. അൺഫോർച്യുനേറ്റ്ലി എൻ്റെ പാസ്പോർട്ടിലെ പേരും IMA പ്രൊഫൈലുള്ള പേരും 2 ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് ID പ്രൂഫായി വെച്ച് എക്സാം എഴുതാൻ നിങ്ങളെ അലോ ചെയ്യാൻ പറ്റില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നു. ഞാൻ 2ാമത് സബ്മിറ്റ് ചെയ്ത ഈ ID പ്രൂഫ് അവർക്ക് ഓക്കെ ആക്കുകയും അതിനുശേഷം എന്നെ അലോ ചെയ്യുകയും ചെയ്തു. പ്രൈമറി വെരിഫിക്കേഷൻ ശേഷം നിങ്ങൾ എൻ്റർ ചെയ്യുന്ന റൂമിൽ നിങ്ങൾക്ക് ഒരു കീ തരുന്നതാണ്. നിങ്ങൾ കൊണ്ടുവന്ന ഫോണ്, പേഴ്സ്, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ലോക്കറിൻ്റെ കീയാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. നിങ്ങളുടെ കൈവശമുള്ള സാധനങ്ങളെല്ലാം ലോക്കറിൽ വെച്ച് ലോക്ക് ചെയ്തതിന് ശേഷം കാൽക്കുലേറ്ററും ID പ്രൂഫും ലോക്കറിൻ്റെ കീയും മാത്രമാണ് അടുത്ത റൂമിലേക്ക് അലോ ചെയ്യുന്നത്. സെക്കൻഡ് റൂമിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ പ്രോമറ്റിക് ടെസ്റ്റിംഗ് സെൻ്ററിൽ തന്നെ രണ്ടാമത് സ്റ്റാഫ്
നിങ്ങളോട് വന്ന് ഒരു നോട്ടീസ് ബോർഡ് ചൂണ്ടിക്കാണിച്ചിട്ട് ഇംഗ്ലീഷിൽ പറയും. These are the guidelines and code of conduct to be followed in the Promotic Testing Center. Please review the instruction. ഞാൻ ആ സമയം എന്തേച്ചി എന്ന് വെച്ചപ്പോൾ ആ സ്റ്റാഫ് എന്നോട് പറഞ്ഞു, ദേ ആ നോട്ടീസ് ബോർഡിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്ക് മോനെ. നോട്ടീസ് ബോർഡിൽ കണ്ട കാര്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ വീണ്ടും ഒരു സെക്യൂരിറ്റി ചെക്കിന് മറ്റൊരു റൂമിലേക്ക് വിളിക്കുന്നതാണ്. ഇവിടെ നിങ്ങളെ ഷർട്ടിൻ്റെ സ്ലീവ്സ്, കോളർ, ഷൂസ്, നിങ്ങൾ സ്പെക്സ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ സ്പെക്സ്, ഇതെല്ലാം ചെക്ക് ചെയ്യുന്നതാണ്. ഇത് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നിങ്ങളെ എക്സാം നടക്കുന്ന ഹാളിലേക്ക് കയറ്റി വിടുന്നത്. എക്സാം ഹാളിൽ ഡ്യൂട്ടിയിലുണ്ടായിരിക്കുന്ന സ്റ്റാഫ് നിങ്ങൾ എക്സാം എഴുതേണ്ട സിസ്റ്റം ഏതാണെന്ന് നിങ്ങൾ കാണിച്ചു തരുന്നതാണ്. എക്സാമിനേഷൻ ഹാൾ കംപ്ലീറ്റ്ലി സൈലൻസ് ആണ്. അവിടെ ആകപ്പാടെ കേൾക്കുന്ന സൗണ്ട് നിങ്ങളെ നെഞ്ചിടിക്കുന്ന സൗണ്ട്, പിന്നെ മറ്റുള്ള കാൻഡിഡേറ്റ്സ് കീബോർഡിലും മൗസിലും ക്ലിക്ക് ചെയ്യുന്ന സൗണ്ട്. ഈ 2 സൗണ്ട് മാത്രമേ അവിടെ കേൾക്കുന്നുള്ളൂ. ഈ സൗണ്ട് ഡിസ്റ്റർബൻസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ടേബിളിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ഒരു ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ട്. ഇത് നോയിസ് ക്യാൻസലേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട. എക്സാമിനേഷൻ എഴുതാൻ പോകുന്നതിന് മുമ്പ് തന്നെ സ്ക്രീനിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണോ കാണിക്കുന്നതെന്ന് നിങ്ങളോട് ചോദിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ആണോ എക്സാം എഴുതാൻ വരുന്നതും എന്നും ചോദിക്കും. തുടക്കത്തിൽ കൂൾ ഓഫ് ടൈമായി ഒരു 20 മിനിറ്റ്സോളം നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാർട്ട് സെക്ഷൻ കൊടുത്ത് ഡയറക്റ്റ്ലി നമുക്ക് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എക്സാമിനേഷൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് എക്സാമിനേഷൻ ടൈമർ. എക്സാമിനേഷൻ ടൈമർ മോസ്റ്റ് പ്രോബബ്ലി 4 hours നിന്ന് ബാക്ക്വേർഡായിരിക്കും റൺ ചെയ്യുന്നത്. ചില കേസുകളിൽ അത് 3 hours നിന്ന് ബാക്ക്വേർഡായി കിടക്കുന്ന രീതിയിലുമായിരിക്കും എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കുക. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. 3 hours നിന്ന് ബാക്ക്വേർഡായിട്ട് പോകുന്ന ടൈമർ MCQ സെക്ഷന് വേണ്ടി മാത്രമുള്ള ടൈമറാണ്. നിങ്ങൾ ആ ടൈമറിൻ്റെ ഭാഗത്ത് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ അത് 4 hour ടൈമറായിട്ട് മാറ്റാവുന്നതാണ്. 4 hour ടൈമറാണ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നതെങ്കിൽ അതിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്നതിൽ കൂടെ നിങ്ങൾക്കത് MCQന് വേണ്ടി മാത്രമുള്ള ടൈമറാക്കി മാറ്റാൻ പറ്റുന്നതുമാണ്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ടൈം എക്സാം എഴുതാൻ വരുന്നൊരു കുട്ടി 3 hours നിന്ന് ബാക്ക്വേർഡേക്ക് പോകുന്ന ടൈമറിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. റിമൈനിങ് 1 hour ഉള്ളപ്പോൾ ആ കുട്ടി കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ 1 hour എസ്സേക്ക് വേണ്ടിയുള്ളതാണോ അതോ MCQന് വേണ്ടിയുള്ളതാണോ എന്നുള്ള കാര്യത്തിൽ ഇൻ കേസ് 4 hour ഉള്ള ടൈമറാണെങ്കിൽ 3 hours നിങ്ങൾ MCQന് വേണ്ടി പൂർണ്ണമായും എടുത്തതിന് ശേഷം 1 hour നിങ്ങൾക്ക് വീണ്ടും എസ്സേക്ക് വേണ്ടി കിട്ടുന്നതാണ്. ഇൻ കേസ് നിങ്ങൾ 4 hourൻ്റെ ടൈമർ ഇട്ടാണ് എക്സാം സ്റ്റാർട്ട് ചെയ്തത്, റിമൈനിങ് 1 hour ഉള്ളപ്പോൾ നിങ്ങൾ എത്ര MCQ വെച്ചാണോ ചെയ്യുന്നേക്കുന്നത് ഇത്രയും MCQ ഓട്ടോ സബ്മിറ്റായി എസ്സേ വിൻഡോയ്ക്ക് പോകുന്നതാണ്. എസ്സേ വിൻഡോ 50 questions നിങ്ങൾ MCQയിൽ കറക്റ്റായിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആകുന്നതുമാണ്. നിങ്ങൾ 100 MCQ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം എൻഡ് സെക്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ സ്ക്രീനിൽ ഫീഡ്ബാക്ക് ആണ് ചോദിക്കുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് 1 മണിക്കൂർ മുമ്പേ ഉള്ള ബസ്സിൽ വീട്ടിൽ തിരിച്ചെത്താവുന്നതാണ്. അതേസമയം നിങ്ങളുടെ സ്ക്രീനിൽ വ്യൂ സെനേറിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എസ്സേ വിൻഡോ ഓപ്പൺ ആയെന്നാണ് അതിൻ്റെ അർത്ഥം. 100 MCQ ക്വസ്റ്റ്യനിൽ മിനിമം 50 ക്വസ്റ്റ്യനെങ്കിലും എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. എങ്കിലും എന്തുകൊണ്ടാണ് പല സ്റ്റുഡൻസിനും എസ്സേ വിൻഡോ ഓപ്പൺ ആകാതെ ഫെയിൽ ആകുന്നതെന്ന് അറിയാമോ? അതിന് കാരണം IMAയുടെ ട്രാപ്പാണ്. IMA ഒരു കാരണവശാലും എക്സാം ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ്ലി ചോദിക്കാറില്ല. റിക്വയർമെൻറ്റിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന ചില വാക്കുകൾ ലീസ്റ്റ് ലൈക്ലി, ഡസ് നോട്ട്, എക്സെപ്റ്റ് ഇങ്ങനെയുള്ള കെണികളിൽ വീഴുന്നവർക്കാണ് 50 ക്വസ്റ്റ്യൻസ് കറക്റ്റാക്കാൻ പറ്റാതെ പോകുന്നത്. ഈ കെണികളിൽ വീഴാൻ ശ്രദ്ധിക്കുക. MCQ ക്വസ്റ്റ്യൻസ് കറക്റ്റാക്കുന്നതിലുപരി നിങ്ങൾ മിനിമം ടൈമിൽ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റാക്കുക എന്നുള്ളതിലാണ് കാര്യം. ഓൺ ആൻ ആവറേജ് ഒരു MCQ ക്വസ്റ്റ്യൻ നിങ്ങൾ 1.48 മിനിറ്റിൽ തന്നെ കറക്റ്റാക്കാൻ ശ്രദ്ധിക്കുക. ഒരു MCQ ക്വസ്റ്റ്യനിലും നിങ്ങൾ 5 minutes കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളതല്ല. ഇൻ കേസ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുമെന്ന് 100% ഷുവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലാസ്റ്റിൽ ടൈം ഉണ്ടെങ്കിൽ തിരിച്ചു വന്ന് ചെയ്യാവുന്നതാണ്. MCQ ക്വസ്റ്റ്യനൊന്നും മൈനസ് മാർക്ക് ഇല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്തതിന് ശേഷം ആ ക്വസ്റ്റ്യൻ ഫ്ലാഗ് ചെയ്തിട്ട് 100 MCQയും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ടൈം ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഫ്ലാഗ് ചെയ്ത ക്വസ്റ്റ്യൻസുകളെല്ലാം ഒന്നും കൂടെ നോക്കി ആൻസർ കണ്ടുപിടിച്ച് കറക്റ്റാക്കി മാർക്ക് ചെയ്യാവുന്നതാണ്. MCQ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പലർക്കും പല ഡൗട്ടുകളും വരാൻ സാധ്യതയുണ്ട്. എങ്കിലും
ഈ ഡൗട്ടുകൾ മറ്റാരോടെങ്കിലും ചോദിക്കുക എന്നുള്ള ഒരു ചിന്ത പോലും നിങ്ങൾക്ക് വരാൻ പാടില്ല. കാരണം നിങ്ങളെ സർവേലൻസ് ക്യാമറയിലൂടെ നിങ്ങളെ ഓരോ മൂവ്മെന്റ്സും 2 സ്റ്റാഫുകൾ ക്ലോസ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മറ്റൊരാളോട് ചോദിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ പോലും അവർ CMA USA എക്സാമിനേഷൻ എഴുതാമെന്നവരാണെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇനി നിങ്ങൾ CMA USA എക്സാം എഴുതാൻ വന്ന സമയത്ത് കണ്ടുമുട്ടിയ ഏതെങ്കിലും ഒരു CMA ഫ്രണ്ട് ഉണ്ടെങ്കിലും അവരോട് ചോദിച്ചാലും യാതൊരു പ്രയോജനവുമില്ല. കാരണം നിങ്ങൾക്കും അവർക്കും 2 എൻ്റർലി ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചോദിച്ച ഫസ്റ്റ് 25 ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചു, പുലിയാണ് ഏട്ടാ, നമ്മൾ ഒരു വരവൂടെ വരേണ്ടി വരും. പക്ഷേ എക്സാമിനേഷൻ പോകെ എക്സാമിൻ്റെ ടഫ്നെസ് കുറഞ്ഞു വരാൻ തുടങ്ങി. നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. MCQ ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിൽ ഈസി ക്വസ്റ്റ്യൻസ് ആണ് ലഭിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കുള്ള പണി ഒരു 50 ക്വസ്റ്റ്യന് ശേഷം വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈസി ക്വസ്റ്റ്യൻ ടൈം വളരെ കുറച്ചെടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് തുടക്കത്തിൽ നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 50 ക്വസ്റ്റ്യന് ശേഷം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് IMA നമ്മുടെ ടൈം മാനേജ്മെൻറ്റിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്ന ഒരു പണിയാണ്. ഇനി അടുത്തത് എസ്സേയുടെ കേസ് വരുമ്പോൾ നിങ്ങൾക്ക് 2 സെനിയോറിയും ഓരോ സെനിയോറിയക്ക് 6 ക്വസ്റ്റ്യൻ വീതം ടോട്ടൽ 12 ക്വസ്റ്റ്യനാണ് ചോദിക്കാറുള്ളത്. ഈ 12 ക്വസ്റ്റ്യനിൽ മിനിമം 8 or 9 ക്വസ്റ്റ്യനെങ്കിലും തിയറി ക്വസ്റ്റ്യനും ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പ്രോബ്ലം ക്വസ്റ്റ്യൻ ആവാനാണ് സാധ്യത കൂടുതൽ. എസ്സേയുടെ കേസിൽ പ്രോബ്ലം ക്വസ്റ്റ്യൻ ചോദിക്കാനെക്കാട്ടി തിയറി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് എഴുതുന്ന സ്റ്റുഡൻസിന് ഏറ്റവും നല്ലത്. എസ്സേ വിൻഡോ ഓപ്പൺ ആയതിനു ശേഷം സെനിയോറിയോ സ്ക്രീനിൽ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ സെനിയോറിയോ വായിച്ച് ടൈം കളയാതെ ആ 6 ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്നൊന്ന് ആദ്യം വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മോസ്റ്റ് പ്രോബബിളി 6 ക്വസ്റ്റ്യനിൽ 4 ക്വസ്റ്റ്യനും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് സെനിയോറിയോ മൊത്തം വായിച്ച് നോക്കാതെ തന്നെ ആൻസർ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ, ഡിഫൈൻ എന്തെങ്കിലും ഒരു ടേം, അല്ലെങ്കിൽ ഗീവ് ഫോർ അഡ്വാൻറ്റേജസ്, ഗീവ് ഫോർ ലിമിറ്റേഷൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബാക്കിയുള്ള 2 ക്വസ്റ്റ്യൻ പ്രോബ്ലം ക്വസ്റ്റ്യൻ ആവാനാണ് സാധ്യത. ഈ പ്രോബ്ലം ക്വസ്റ്റ്യൻ എഴുതാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡേറ്റ ആ സെനിയോറിയോയിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. ആ കേസുകളിൽ മാത്രം നിങ്ങൾ സെനിയോറിയോ വായിച്ച് നോക്കേണ്ടി ആവശ്യമുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ആദ്യം ഒരു പ്രാവശ്യം സെനിയോറിയോ ഫുള്ളായിട്ട് വായിച്ചെങ്കിൽ പോലും രണ്ടാമത് സബ് ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആ സെനിയോറിയോ ഒന്നുകൂടെ വായിച്ച് ഡേറ്റാസ് എല്ലാം സെപ്പറേറ്റ്ലി എഴുതി വെക്കുന്നതാണ്. എസ്സേ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന ഓരോ സബ് ക്വസ്റ്റ്യനും തിയറി ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 or 3 ലൈൻസിൽ അപ് ടു ദ പോയിന്റ് ആൻസർ എഴുതി നിർത്താൻ ശ്രമിക്കുക. ഇൻ കേസ് പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ മാത്രം ടൈപ്പ് ചെയ്ത് ആൻസർ ആക്കി കാണിച്ചാൽ മതി. എസ്സേ എന്ന് പേര് കേൾക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഡിഗ്രിക്കോ +2നോ എഴുതിയതുപോലെ 4 or 5 പേപ്പർ ആൻസറൊന്നും ഇവിടെ ആവശ്യമില്ല. ഇവിടെ അപ് ടു ദ പോയിന്റ് ആയിട്ടുള്ള മാക്സിമം 2 അല്ലെങ്കിൽ 3 ലൈൻസ് അത് മതിയാകും. നിങ്ങൾ എക്സാമിൻ്റെ ഡേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ബോത്ത് പാർട്ട് ഒരറ്റംപ്റ്റിൽ എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾ സെക്കൻഡ് മന്തിൽ ലാസ്റ്റ് വീക്കിന് മുമ്പായിട്ടുള്ളൊരു ഡേറ്റ് എടുക്കുന്നതായിരിക്കും. കാരണം ഈ ഒരു സമയത്തിനുള്ളിൽ റിപ്പീറ്റഡായി ചോദിച്ചു വരുന്ന എസ്സേസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മുമ്പ് ചോദിച്ചിട്ടുള്ള, അതായത് സെയിം എക്സാം വിൻഡോയിൽ തൊട്ടു മുമ്പ് എക്സാം എഴുതിയവർക്ക് ചോദിച്ചിട്ടുള്ള എസ്സേ സെനറിയോ നിങ്ങൾക്ക് റിപ്പീറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇൻ കേസ് നിങ്ങൾ ബോത്ത് പാർട്ട് ഒരു വിൻഡോയിലാണ് എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള പാർട്ട് എക്സാം വിൻഡോയുടെ ഫസ്റ്റ് മന്തിൻ്റെ ഫസ്റ്റ് വീക്കിൽ തന്നെ സ്ലോട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ അത്ര കോൺഫിഡൻ്റ് അല്ല എന്നുള്ളൊരു പാർട്ട് നിങ്ങൾ എക്സാം വിൻഡോയുടെ സെക്കൻഡ് മന്തിൻ്റെ ലാസ്റ്റ് വീക്കിൽ ബുക്ക് ചെയ്യുക. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് 2 months ഗ്യാപ്പും കൂടെ കിട്ടുന്നതായിരിക്കും. ഓൺ ആൻ ആവറേജ് ഒരു സ്റ്റുഡൻറ്റിന് 2 months റിവിഷൻ കൊണ്ട് ഒരു പാർട്ട് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റാവുന്നതാണ്. 1 month നിങ്ങൾ പോർഷൻസ് ഫുള്ള് കവർ ചെയ്യാനും തിയറി പഠിക്കാനും കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും 2ാമത്തെ മാസം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാനും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ബോത്ത് പാർട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരു 2 months എങ്കിലും പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെക്കേണ്ടതാണ്. അതിൽ 1 month ഡെഫിനറ്റ്ലി കൺസെപ്റ്റ് മനസ്സിലാക്കി നോട്ട്സ് ടെക്സ്റ്റ് എല്ലാം കവർ ചെയ്യാനുള്ളത്. സെക്കൻഡ് മന്ത്
ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്പർ ഓഫ് MCQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും വേണ്ടി എഴുതാം. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് വരുന്ന വീഡിയോയിൽ വീണ്ടും കാണണം. കാണും.